ഹായ് ഗൂയിസ്, ഡൽഹി യാത്രയിലെ എൻ്റെ ഒന്നാമത്തെ ദിവസത്തിലെ ബാക്കി കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ഈ പറയാൻ പോകുന്നത്. ധാരാവിൽ നിന്ന് നേരെ നമ്മൾ ബാൻഡ്ര ഫോർട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ ബാൻഡ്ര ഫോർട്ട് എന്ന് പറയുമ്പോൾ ആദ്യം ഒരു പാർക്ക്, അത് കഴിഞ്ഞിട്ട് ഒരു കടൽ തീരം, പിന്നെ ഒരു ഫോർട്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. ഇവിടെയും കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് അങ്ങനെയൊന്നും എടുക്കുന്നില്ല. ഇതുവരേക്കും നമ്മൾ പോയ ഒരു സ്ഥലത്തും ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല, അങ്ങനെ പൈസ കൊടുക്കേണ്ടിയൊന്നും വന്നിട്ടില്ല. ഇവിടെയും ടിക്കറ്റൊന്നും എടുക്കണ്ട, നേരെ നമുക്ക് കയറാം. കയറി ഇവിടെയും പല ടൈപ്പ് മനുഷ്യരുണ്ട്. ഇവിടെയും നല്ല തിരക്കാണ്. ഫാമിലീസ് ഉണ്ട്, കപ്പിൾസ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, പല ടൈപ്പ് മനുഷ്യരുണ്ട്. ചിലർ വിശ്രമിക്കാനായിട്ട് വന്നിരിക്കുന്നവരുണ്ട്, ചിലർ കുറച്ച് മനസ്സമാധാനത്തിന് വേണ്ടി വന്നിരിക്കുന്നവരുണ്ട്, സംസാരിക്കാൻ വന്നിരിക്കുന്നവരുണ്ട്. അങ്ങനെ നല്ല നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. പല ടൈപ്പ് ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ കുറച്ച് പാർക്ക് പോലുള്ള സ്ഥലത്തൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ കടൽ കാണുന്ന സ്ഥലമെത്തും. കടലിന്റെ ആ ഒരു സ്ഥലത്ത് നടന്നു കഴിയുമ്പോൾ നമ്മൾ നേരെ ആ ഫോർട്ടിലേക്കാണ് എത്തുന്നത്. ആ ഫോർട്ട് എന്ന് പറയുമ്പോൾ 1640 പോർച്ചുഗീസുകാർ ഒരു വാച്ച് ടവറായിട്ട് പണിത ഒരു ഫോർട്ടാണിത്. ഇവിടെ നിന്ന് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് നല്ല പോലെ സൺസെറ്റ് കാണാൻ പറ്റും. ഒരു വൈകിട്ട് സമയങ്ങളിലൊക്കെയാണ് ഇവിടെ വരാനായിട്ട് ഏറ്റവും നല്ല സമയം. അപ്പോൾ നമുക്ക് നല്ലൊരു സൺസെറ്റ് കിട്ടുന്ന ഒരു വ്യൂ പോയിന്റും കൂടിയിട്ടാണിത്. പിന്നെ പല ഫിലിമിൻ്റെയും ഷൂട്ടിംഗ് പോയിന്റും കൂടിയിട്ടായിരുന്നു ഇത്. ഒരു നല്ല സ്ഥലമാണ്. അപ്പോൾ നമുക്കിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ബാൻഡ്ര വേളി, സീ ലിങ്ക് കാണാൻ പറ്റും, പിന്നെ കടൽ കാണാൻ പറ്റും, പാർക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. മുംബൈയിലെ ആ തിരക്കിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റിയൊരു സ്ഥലം എന്ന് പറയാനും പറ്റും, എന്ന് അങ്ങനെ പറയാനും പറ്റില്ല. കാരണം ഇവിടെയും നല്ല തിരക്കുണ്ട്. പിന്നെ റോഡിൽ ഇറങ്ങുമ്പോൾ ആ ഒരു ആളുകളുടെ ഓട്ടം, അങ്ങനത്തെ ഒരു ധൃതി പിടിച്ചിട്ടുള്ള നടത്തം അതൊന്നുമില്ല. ഇവിടെ എല്ലാവരും കൂൾ ആൻഡ് കാമായിട്ട് അങ്ങനെ ഇരിക്കാനൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ പോയ സമയത്തും നല്ലപോലെ തിരക്കുണ്ടായിരുന്നു, ആളുകൾ നല്ലപോലെ ഉണ്ടായിരുന്നു. അവരുടേതായിട്ടുള്ള ലോകത്തായിരുന്നു ഓരോ മനുഷ്യർ. ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ ബാൻഡ്ര വേളി സീലിംഗ് അടുത്തായിട്ട് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ ദൂരെയായിട്ടാണ് കണ്ടത്. ഇത് 5.57 കിലോമീറ്റർ ഉണ്ട് ഇതിൻ്റെ ലെങ്ത്. ഈ സീലിംഗിൻ്റെ ബ്രിഡ്ജിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇതൊരു 8 വരി പാതയാണ്. ഗുയിസ്, എനിക്കിവിടെയും ഒരു ഫ്രണ്ടിനെ കിട്ടി. ഗുയിസ് പാവമാണ്, ഗുയിസ് പാവമാണ്. കാറ്റുകൊണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസാണിത്. കുറച്ച് വൈകിട്ടൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ, ഒരു 5 മണിക്ക് ശേഷമൊക്കെ വന്നു കഴിഞ്ഞാൽ വെയിലിനും കുറച്ച് കുറവുണ്ടായിരിക്കും. അങ്ങനെ ആ കാറ്റും കൊണ്ട് വെയിൽ വെക്കാതെ അങ്ങനെ ഇരുന്ന് ഫോട്ടോയൊക്കെ എടുക്കാം. അങ്ങനത്തെ ഒരു നല്ല പ്ലേസാണിത്. കുറേ ആളുകൾ വരും. എനിക്കും വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും റീൽസ് എടുക്കാം, ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ വലിയ സ്റ്റൈലിൽ ജാട കാണിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ക്യാമറ ആദ്യം എൻ്റെ മുഖത്ത് ഫേസ് ചെയ്തപ്പം പ്രമോയെ പോലിരുന്ന ഞാനായിരുന്നു. പക്ഷെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും അത് തിരിച്ച് എൻ്റെ മുഖത്തേക്ക് എത്തിയപ്പോഴേക്കും ഞാൻ അന്യനായി മാറി. ഗുയിസ്, ബാൻഡ്ര ഫോർട്ടിൽ നിന്ന് നമ്മൾ നേരെ പോയത് ജുഹു ബീച്ചിലേക്കാണ്. ജുഹു ബീച്ചിൽ നമ്മൾ ഓട്ടോയിലാണ് പോയത്. ഓട്ടോയിലും ഇവിടെ വലിയ ക്യാഷൊന്നുമില്ല. 15, 20, 25 ആ ഒരു റേഞ്ചൊക്കെയാണ്. ടാക്സിക്ക് പോലും ആ ഒരു റേഞ്ചേ ഇവിടെ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കയറി കഴിഞ്ഞ് നമ്മുടെ ഒരു ഇതനുസരിച്ചിട്ട് റൂം എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ രാത്രി, മുംബൈ എന്ന് പറയുന്ന ഒരു നൈറ്റ് ലൈഫൊക്കെ ഉള്ള സ്ഥലമല്ലേ, നമുക്ക് എപ്പോൾ വേണോ അവിടെ ആളുകളുണ്ട്, അങ്ങനെയൊക്കെ അല്ലേ. സോ നമ്മൾ വിചാരിച്ചതെന്ന് വെച്ചാൽ ബീച്ചിൽ എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിശ്രമിച്ചിട്ട് നാളത്തേക്കുള്ള ജേണി തുടങ്ങാം, ആ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു പോയത്. അവിടെ എത്തിയപ്പോഴേക്കും പിന്നെ നമ്മുടെ കയ്യിലെടുക്കാൻ 5 പൈസ ഇല്ലാതായി. കാരണം നമ്മുടെ കയ്യിലാകെ കുറച്ച് പൈസയെ നമ്മൾ ഉണ്ടായിരുന്നുള്ളൂ. ആ പൈസ നമ്മൾ ഈ ബസ്സിനും അതിനും ഇതിനുമൊക്കെ കൊടുത്ത് നമ്മുടെ കയ്യിൽ തീർന്നു. ലിക്വിഡ് മണി എന്തായാലും കയ്യിൽ കുറച്ചേലും വേണമല്ലോ. ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ചില്ല, അപ്പോൾ ഫുഡ് കഴിക്കണമെങ്കിൽ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ബീച്ചിൻ്റെയൊക്കെ സൈഡിലാകുമ്പം ഗൂഗിൾ പേ ഇല്ലാത്ത കടകളാണെങ്കിൽ നമ്മൾ പെട്ടുപോകില്ലേ.
സോ നമുക്ക് കയ്യിൽ കുറച്ച് പൈസ വേണമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ആരോടെങ്കിലും ചോദിക്കുക, അക്കൗണ്ടിൽ കുറച്ച് പൈസ ഇട്ട് തരുമ്പം അവർ തരുമോ എന്ന് ചോദിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് സംഭവം നമ്മൾ അബദ്ധം മനസ്സിലാക്കിയത്. നമ്മൾ ATM കയറാൻ മറന്നുപോയി. അങ്ങനെ നമ്മൾ നേരെ അവിടെ ആരോടെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ച് ഒരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു. ഈ പിള്ളേർ ചാടുന്ന കളിക്കുന്ന ഒരു സെറ്റപ്പില്ലേ, ട്രാമ്പോളിൻ എന്ന് പറയും, ആ ഒരു സെറ്റപ്പിൽ അവിടെ ടിക്കറ്റൊക്കെ വാങ്ങിച്ച് പിള്ളേരെ കളിപ്പിക്കാതിരുന്ന ഇരിക്കുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടൻ്റെ അടുത്ത് പോയി ചോദിച്ചപ്പം പുള്ളിയുടെ കയ്യിൽ അപ്പോൾ പൈസ ഇല്ല. സോ പുള്ളിയുടെ കൂട്ടുകാരെ ആരോടത്തോ ചോദിച്ചിട്ട് നമ്മൾ ഗൂഗിൾ പേയിൽ ഇട്ട് കൊടുത്തപ്പോഴേക്കും പുള്ളി പൈസ തന്നു. അപ്പോഴേക്കും പുള്ളി നമ്മുടെ അടുത്ത് നമ്മുടെ എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ കേരളയിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ജസ്റ്റ് പരിചയപ്പെട്ട് കഴിഞ്ഞ ഉടനെ നമ്മൾ തൊട്ടടുത്തുള്ളൊരു കടയിൽ കൊണ്ടുപോയി. അവിടെ തന്നെ ഈ ബീച്ച് സൈഡിൽ തന്നെ ഒരു കടയുണ്ടായിരുന്നു. ആ കടയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് മസാല ദോശ വാങ്ങിച്ചു തന്നു. ഈ കടയിൽ നിന്ന് ഈ കടയിൽ നിന്ന് മസാല ദോശ വാങ്ങിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് ഈ കടയിലുള്ളവർ തന്നെ നമുക്ക് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സെറ്റപ്പൊക്കെ താഴെ വിരിച്ചിടാനൊക്കെ വിരിപ്പും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നു. അവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നല്ല നല്ല രസമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിചയമില്ലാത്ത മനുഷ്യരാണ് നമ്മളെ അവർ ഒരുപാട് സഹായിച്ചു. അവിടെ പോയി നിന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഫുഡ് വാങ്ങിച്ചൊക്കെ തരണമെന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് 1 രൂപ പോലും മറ്റൊരാൾക്ക് വെറുതെ കൊടുക്കാൻ ആളുകൾ മടിക്കുന്ന കാലത്താണ് എവിടുന്നോ വന്ന് എവിടേക്കോ പോകുന്ന ആർക്കോ വേണ്ടിയിട്ട് അവർ ഫുഡൊക്കെ വാങ്ങിച്ചൊക്കെ തരുന്നത്. ജസ്റ്റ് പോയി സംസാരിക്കാൻ പോയി, ഒരിച്ചിരി കാര്യം സംസാരിക്കാൻ പോയപ്പോഴേക്കും പുള്ളി നമ്മളുടെ അടുത്ത് ചോദിച്ചു മലയാളം ഹേ എന്നൊക്കെ ചോദിച്ച്. മലയാളികളാണ് എന്നറിഞ്ഞ ഉടനെ പുള്ളി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്. പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ പിള്ളേർക്ക് ചാടുന്ന സെറ്റപ്പില്ലേ അതിൽ ചാടുന്നുണ്ടാന്ന് ചോദിച്ചിട്ട് എനിക്ക് ഫ്രീ ആയിട്ട് എൻ്റെ അടുത്ത് ചാടാനൊക്കെ പറഞ്ഞ് ഞാനിവിടെ ചാടി തുള്ളിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. मैं मलयाली हूँ, तुम हिंदी हो, ओनली हिंदी मालूम, तुम ओनली हिंदी मालूम, ओनली मलयालम इंग्लिश तमिल मालूम. ഫുഡ് കിട്ടുമ്പോൾ വിൽ ഗീവ്. ഓക്കെ, ഐ ഗോട്ട് അനദർ ഫ്രണ്ട്. ഇവിടെ എനിക്ക് 2 ഫ്രണ്ട്സ് കിട്ടി. ഒന്നിവനും അടുത്തൊരാൾ ഗോൾഡി നമ്മുടെ കൂടെ തന്നെ നമ്മളുടെ കിടക്കാൻ നിന്ന ആ സെറ്റപ്പിലൊക്കെ ആയിരുന്നു കുറേ സമയം കിടന്നതും ഒക്കെ. അത് കഴിഞ്ഞ് അവിടെ 2 മലയാളി ചേട്ടന്മാർ ഷോപ്പ് ഇട്ടിരിക്കുകയായിരുന്നു ഈ ബീച്ചിൽ തന്നെ. ആ ചേട്ടന്മാർ നമ്മളോട് പറഞ്ഞു, ഇനിയിപ്പം വെറുതെ തണുപ്പത്ത് ഇവിടെ നിങ്ങൾ കിടക്കണ്ട, നിങ്ങൾ പോയി മുംബൈ സെൻട്രൽ ആ AC വെയിറ്റിംഗ് റൂമിൽ തന്നെ പോയി ഇരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരുടെ കടയിൽ നിന്ന് കുപ്പിവെള്ളം ഫ്രീ ആയിട്ട് തന്നു. എന്നിട്ട് നമ്മളെ കൊണ്ടുപോയി ബസ്സിൽ കയറ്റി വിട്ടു. ഈ ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ 500 നോട്ടേ ഉള്ളൂ. നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ചില്ലറയില്ല. സോ ആ ബസ്സിനകത്ത് നമുക്ക് ഒരു ഹിന്ദിക്കാരൻ ചേട്ടനുണ്ടായിരുന്നു. ആ ഹിന്ദിക്കാരൻ ചേട്ടനായിരുന്നു നമ്മുടെ ടിക്കറ്റ് എടുത്തത്. ഈ പുള്ളിയാണ് നമ്മുടെ ടിക്കറ്റും എടുത്തു. നമുക്ക് 500 ചില്ലറയും തന്നിട്ട് നമ്മളെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിട്ട് അടുത്ത ബസ് കയറ്റി വിട്ടിട്ടാണ് ഈ പുള്ളിയും പോയത്. നമ്മൾ തിരിച്ച് മുംബൈ സെൻട്രലിലെ AC വെയിറ്റിംഗ് റൂമിൽ പോയി. അന്നത്തെ രാത്രി ഇതാണ് സെറ്റപ്പ്. ഇവിടെ സംഭവം ഇരിക്കണം, മൊബൈൽ ചാർജ് ചെയ്യണം, പിന്നെ നമുക്ക് കുളിക്കാനും ഫ്രഷ് ആവാനും ഒക്കെ ആണെങ്കിൽ 3 മണിക്കൂറത്തേക്ക് 30 രൂപ. ഇവിടെ ഇരുന്നിരുന്ന് നൈസായിട്ട് ഞാൻ അറിയാതെ അവിടെ കിടന്നു. ഇതാണ് അവിടുത്തെ വാഷ്റൂം. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെ വാഷ്റൂമാണെന്ന് കരുതി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യില്ല. ഇതൊരു പ്രൈവറ്റ് വെയിറ്റിംഗ് റൂമാണ്. അവിടുത്തെ AC ഉണ്ട്, നല്ല തണുപ്പുണ്ട്, പിന്നെ വാഷ്റൂം നല്ല വൃത്തിയുണ്ട്, ഷവറുണ്ട്, കുളിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സോ രാത്രി വന്നു കഴിയുമ്പോൾ ഇനിയിപ്പോൾ റൂമൊന്നും കിട്ടിയില്ല, സേഫ് അല്ല എന്നൊക്കെ തോന്നിക്കഴിയുമ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നല്ലൊരു വെയിറ്റിംഗ് റൂമുണ്ട്, നമുക്ക് അവിടെ വന്ന് താമസിക്കാവുന്നതേ ഉള്ളൂ എന്ന് കാണിക്കാനാണ് ഞാൻ ഇപ്പോൾ ഇവിടെയൊക്കെ കാണിച്ചത്. റെയിൽവേ സ്റ്റേഷനിലെ വെയിറ്റിംഗ് റൂം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും എന്തായാലും എക്സ്പെക്ട് ചെയ്യില്ലല്ലോ. ഇവിടെയാണ് കിടക്കുന്നതെങ്കിൽ ഇവിടെ ഓരോരുത്തർക്കും ഓരോ ബെഡ് വെച്ച് തരും. 400 രൂപ കൊടുക്കണം. നമ്മൾ താഴെ സംഭവം ഇരിക്കാനുള്ളതാണ്. ഇവിടെ ഓരോരുത്തർക്കും മൊബൈൽ ചാർജിങ് പോയിൻ്റൊക്കെ ഉണ്ട്. താഴെയും മൊബൈൽ ചാർജിങ് പോയിൻ്റൊക്കെ ഉണ്ട്. ഇരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇരുന്നിരുന്ന് കിടന്നു പോയി.
അങ്ങനെ മുംബൈയിലെ ഒന്നാമത്തെ ദിവസം കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പ്ലാൻ പ്രകാരമുള്ള 4 സ്ഥലവും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ദിവസത്തിൽ എന്തൊക്കെ നടന്നു എന്നറിയാം അടുത്ത വീഡിയോയിൽ കാണാൻ. ടാറ്റാ ബൈ ബൈ ഉമ്മ.